ഹരേ ദേവി മഹാമായേ നമോ നമ. മഹിഷാസുരൻ താനും അതിവിസ്മയം പൂണ്ടു സത്വരമൂർച്ചയുള്ള ബാണങ്ങൾ എയ്താനവ എത്തും മൂവമ്പുകളാൽ മുറിച്ചാൾ ഈശ്വരിയും ഗത കൊണ്ട് അസുരന്റെ വക്ഷസിൽ താടിച്ചപ്പോൾ അതുകൊണ്ട് അസുരനും മോഹിച്ചു വീണിടിനാൻ. മോഹം തീർന്നെഴുന്നേറ്റു വന്ന അസുരനും പിന്നെ സാഹസാൽ സിംഹമൂർധനീ ഗത കൊണ്ടടിച്ചതു. അംബികാവാഹനമാം സിംഹവും നഖങ്ങൾ കൊണ്ടമ്മഹാസുരൻ തൻ്റെ ദേഹത്ത് കീറിയിടിനാൻ. സുരവൈരിയും പിന്നെ പുരുഷാകൃതി വെടിഞ്ഞൊരു സിംഹത്തിൽ രൂപം ധരിച്ചിട്ടോടി വന്നു. ദേവി തൻ സിംഹത്തിനെ പൊളിച്ചു നഖങ്ങളാൽ. ക്രൂരങ്ങളായ ദേവേശിതാനും അത് കണ്ട് അതിക്രുദ്ധയായി ക്രൂരങ്ങളായ ശരജാലങ്ങൾ തൂകിയിടിനാൾ. ഘോരനാം അസുരനും സിംഹരൂപത്തെ വിട്ടു മത്തവാരണാകാരം ധരിച്ചു. തുമ്പിക്കൈയിലദ്രി തുങ്കത്തെ എടുത്തെറിഞ്ഞാൻ അംബികമേൽ നേരിട്ട് വന്നൊരു ഗിരിശൃംഗത്തെ കണ്ടു. ഗൗരിയും ബാണമെയ്തു ഖണ്ഡിച്ചൊന്നലറിനാൾ. സുന്ദരിയുടെ സിംഹഗജമസ്തകെ ചാടിത്താൻ തന്നഹങ്ങളെ കൊണ്ടു പൊളിച്ചു ദേഹമെല്ലാം. പെട്ടെന്ന് ഗജരൂപം വിട്ടത മഹിഷനും ഒട്ടുകാലിയാമൊരു ശരഭമായി ഭവിച്ചു. കേസരി തന്നെ കൊൽവാനടുക്കുന്നത് കണ്ടു. ഭാസുരഗാത്രിയായ ദേവിയും വാളെടുത്തു ഉത്തമാംഗത്തിലൊന്ന് വെട്ടിനാൾ. അതു നേരം മത്തംശ ശരഭവും ദേവിയെ പ്രഹരിച്ചാം. ദേവിയും ശരഭവും തങ്ങൾ പൊരുതപ്പോരാവതോ പറയുവാനാദിശേഷനും ധ്രുവ. വമ്പനാമസുരനും മഹിഷവേഷം പൂണ്ടു കൊമ്പുകൾ കൊണ്ടു പ്രഹരിച്ചിതു ദേവി തന്നെ. ഘോരരൂപനായി ഭയങ്കരനാമസുരേശനെ ഗൗരിയെ വാലു വീശി അടിച്ചു കൊമ്പുകളാൽ. വാലിനാൽ കൊമ്പിൽ പർവ്വതങ്ങളെ ഗ്രഹിച്ചു മുത്താലൊന്നു ചുറ്റിയെറിഞ്ഞിടിനാൻ മഹാപാവി. ചൊല്ലിനാൻ ബലോമത്തനാമസുരേശനപ്പോൾ നില്ലു പോർക്കളം തന്നിൽ രൂപയൗവനം ചേർന്ന നിന്നെ ഞാൻ ഭജിച്ചിടും. മതമത്തയായി മൗർഖ്യമാർ